ഇന്ത്യൻ സിനിമയുടെ ചരിത്രം നോക്കിയാൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ നിരവധി പ്രകടനങ്ങളും ഇതിഹാസ കഥാപാത്രങ്ങളും ഒക്കെ ഇവിടെ കാണാൻ കഴിയും. എന്നാൽ ഇതെല്ലാം മറികടന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിനിടെ, അതായത് 29-30 വർഷത്തിനിടെ ഒരു നടന്റെ മാസ്റ്റർ പീസ് എന്ന് നിസ്സംശയം വിളിക്കാവുന്ന ഒരൊറ്റ പ്രകടനം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റ ഉത്തരവേ പറയാനുണ്ടാവുകയുള്ളൂ. അത് മണിരത്നത്തിന്റെ ഇരുവർ എന്ന സിനിമയിൽ മോഹൻലാൽ അനശ്വരമാക്കിയ ആനന്ദൻ എന്ന കഥാപാത്രമാണ്. ഒരു കാലഘട്ടവും അതിന്റെ രാഷ്ട്രീയവും ഒരു ജനതയുടെ സന്തോഷവും സങ്കടവും എല്ലാം ഒരു നടന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവുന്ന രീതിയിലുള്ള അപൂർവ ഒരു പ്രകടനമാണ് മോഹൻലാൽ ഇരുവരിൽ കാഴ്ചവെച്ചത് പറയാം. എന്തുകൊണ്ടാണ് ആനന്ദൻ എന്ന ഈ കഥാപാത്രം ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നത്? സിനിമ കണ്ടു തീർന്ന വർഷങ്ങൾക്കിപ്പുറവും ആ കണ്ണുകളിലെ തിളക്കം പിന്നീട് ഇത് ഇല്ലാതാകുന്നതും ശൂന്യമാകുന്നതും നമ്മൾ ഇപ്പോഴും വേട്ടയാടുന്നത് എന്തിനാണ്? വെള്ളിത്തിരയിൽ അനശ്വരത എന്താണെന്ന് കാണിച്ചു തന്ന മോഹൻലാൽ എന്ന നടന്റെ ആ പകർന്നാട്ടത്തിന്റെ ഉള്ളിലേക്ക് നമുക്കൊരു യാത്ര പോകാം. 1997 ജനുവരിയിൽ മണിരത്നം ഇരുവർ അനൗൺസ് ചെയ്തപ്പോൾ പലരും കരുതുന്നത് അതൊരു സിനിമയും രാഷ്ട്രീയവും പശ്ചാത്തലമാക്കി വരാൻ പോകുന്ന രണ്ട് സുഹൃത്തുക്കളുടെ സാങ്കല്പിക കഥയായിരിക്കും എന്നായിരുന്നു. എന്നാൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തെ അടുത്തറിയാവുന്ന ഏതൊരാൾക്കും സിനിമയുടെ ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു കാര്യം വ്യക്തമായത് ഇത് സാക്ഷാൽ MGRന്റെയും കരുണാനിധിയുടെയും ജീവിതത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട സിനിമയാണെന്നാണ്. സിനിമയിലെ നടനായ ആനന്ദനും എഴുത്തുകാരനായ തമിഴ് സെൽവനും തമ്മിലുള്ള സൗഹൃദവും പിന്നീട് അവർക്കിടയിലേക്ക് അധികാരത്തിന്റെ നിഴൽ വീഴുന്നതും തമിഴ് രാഷ്ട്രീയം കണ്ട എക്കാലത്തെയും വലിയ സൗഹൃദത്തിന്റെയും ശത്രുതയുടെ ഒരു നേർക്കാഴ്ച തന്നെയായിരുന്നു ഇരുവരിലെ കഥയും പ്രകടനവും. പല സിനിമകളിലും MGRനെ പല നടന്മാരും കണ്ണടയും തൊപ്പിയും വെച്ചുകൊണ്ടാണ് അനുകരിച്ച്. പക്ഷെ ഇവിടെയാണ് മോഹൻലാൽ നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. MGRന്റെ മാനറിസം, ശരീരഭാഷ, തീപ്പൊരി പ്രസംഗങ്ങൾ എല്ലാം അതേപോലെ അദ്ദേഹത്തെ വേണമെങ്കിൽ കോപ്പി ചെയ്യാമായിരുന്നു. പക്ഷെ മോഹൻലാൽ ചെയ്ത് അതല്ല. അദ്ദേഹം MGR എന്ന വ്യക്തിയുടെ ആത്മാവിലേക്കാണ് ഇറങ്ങിച്ചത്. ഒരു നടൻ എങ്ങനെയാണ് ജനങ്ങളുടെ ആരാധനാപാത്രമാകുന്നത്, ആ ആരാധന രാഷ്ട്രീയത്തിലേക്കുള്ള വഴിയായി എങ്ങനെ മാറുന്നു, അധികാരം കിട്ടുമ്പോൾ കലാകാരന്റെ നന്മയും നിഷ്കളങ്കതയും എങ്ങനെ പതിയെ മാറുന്നു, ആ ട്രാൻസ്ഫോർമേഷൻ മോഹൻലാൽ ആനന്ദൻ വഴി നമുക്ക് കാണിച്ചു തന്നു. വളരെ നാച്ചുറലായി. അതൊരിക്കലും ഒരു മിമിക്രി ആയിരുന്നില്ല, അതൊരു പുനഃസൃഷ്ടിയായിരുന്നു. ഇരുവരിലെ ഓരോ ഫ്രെയിമിലും നമുക്ക് ഈ മാജിക് കണ്ടറിയാനാവും. ഇരുവറിനെ ഒരു സിനിമ എന്നതിലുപരി ആക്ടിങ് പഠിക്കുന്ന ഏതൊരാൾക്കും അതൊരു പാഠപുസ്തകമായി മാറുന്നത് അതിലെ സൂക്ഷ്മമായ അഭിനയ മുഹൂർത്തങ്ങളാണ്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായ ആനന്ദിനെ വാഴ്ത്തപ്പെടുന്നു ഈ മൈക്രോ എക്സ്പ്രഷൻസ് കൊണ്ടാണ്. നമുക്ക് ആദ്യം ആനന്ദിന്റെ കണ്ണുകളിലേക്ക് നോക്കാം. ഒറ്റ നോട്ടം കൊണ്ട് 1000 കഥകൾ പറയാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരാളാണ് മോഹൻലാൽ. സിനിമയുടെ തുടക്കത്തിൽ അവസരങ്ങൾക്കായി അലയുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ കണ്ണുകളിൽ നമുക്ക് പ്രതീക്ഷയും നിഷ്കളങ്കതയും കാണാം. പിന്നീട് തമിഴ് സെൽവൻ എന്ന എഴുത്തുകാരനെ കണ്ടുമുട്ടുമ്പോൾ അതേ കണ്ണുകളിൽ ആരാധനയും ബഹുമാനവും നിറയുന്നു. എന്നാൽ സിനിമയിൽ സൂപ്പർ സ്റ്റാർ വളരും തോറും അതേ കണ്ണുകളിൽ ആത്മവിശ്വാസവും അധികാരത്തിന്റെ ഗൗരവവും പതിയെ നിഴലിക്കാൻ തുടങ്ങും. ഒരൊറ്റ നോട്ടം കൊണ്ട് സ്നേഹവും ദയയും ദേഷ്യവും നിസ്സഹായതയും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു മാജിക്കാണ് മോഹൻലാൽ അവിടെ കാണിച്ചു തന്നത്. കണ്ണുകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആനന്ദിന്റെ ശരീരഭാഷയാണ്. ഒരു നടനായി വളരുന്ന ആനന്ദിന് നല്ല ആത്മവിശ്വാസമുള്ള നടത്തവും നിവർന്ന ശരീരവുമാണുള്ളത്. ഒരു രാഷ്ട്രീയക്കാരനായി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ കൈകൾ ആവേശത്തോടെ മുകളിലേക്ക് ഉയരുന്നു. പക്ഷേ സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അതേ ശരീരം തളർന്നു പോകുന്ന നമ്മൾ കാണുന്നു. ഒരു കഥാപാത്രം കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ ഇത്രയും സ്വാഭാവികമായി ശരീരത്തിലേക്ക് ആവാഹിച്ച മറ്റൊരു പ്രകടനം ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ കുറവാണ്. അവസാനമായി സൈലൻസിന്റെ ഉപയോഗമാണ്, നിശബ്ദത. അതായത് ഇരുവർ എന്ന സിനിമയിലെ പല ശക്തമായ സംഭാഷണങ്ങളും പലതും പറയാതെ പറയുന്നവയാണ്. വാക്കുകൾക്ക് പൂർത്തിയാക്കാൻ കഴിയാത്തത് എന്തോ അത് മോഹൻലാൽ തന്റെ മൗനം കൊണ്ട് നമ്മളെ അനുഭവിപ്പിച്ചു. ഒരു നോട്ടത്തിലോ ഒരു നേർത്ത പുഞ്ചിരിയിലോ അല്ലെങ്കിൽ ഒരു നെടുവീർപ്പിലോ ആനന്ദന്റെ ഉള്ളിലെ സങ്കട കടൽ അലയടിക്കുന്ന പ്രേക്ഷകന് കേൾക്കാൻ കഴിയും. ആനന്ദൻ എന്ന പെർഫോമൻസിന്റെ ആഴം മനസ്സിലാക്കാൻ സിനിമയിലെ പ്രധാനപ്പെട്ട 3 രംഗങ്ങളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഒന്ന്, തന്റെ ആദ്യ ഭാര്യ പുഷ്പവല്ലിയുടെ മരണരംഗമാണ്. അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമ പാതി വഴി നിന്നുപോയി. ഇഷ്ടമില്ലാത്ത ചെറിയ റോളുകൾ ചെയ്ത് നിരാശയിരിക്കുമ്പോൾ ആനന്ദൻ തന്റെ പ്രിയപ്പെട്ടവളുടെ മരണവാർത്ത എറിയുന്നത്. ചിതയ്ക്ക് അരികിലിരുന്ന് തകർന്നുപോയ ഒരു മനുഷ്യന്റെ നിസ്സഹായത മോഹൻലാൽ അഭിനയിച്ച രീതി ഏതൊരാളുടെയും കണ്ണു നനയിക്കും. ഇവിടെ അലറി വിളിച്ചുള്ള കരച്ചിലോ അതിഭാഗത്തോ ഒന്നുമില്ല. പകരം ഉള്ളിലെ വേദന മുഴുവൻ അടക്കി വെച്ച് കലങ്ങിയ കണ്ണുകളോടെ ഇടറിയ ശബ്ദത്തിൽ എനിക്ക് അവളുടെ മുഖം കാണണം എന്ന് തമിഴ് സെൽവനോട് പറയുമ്പോൾ ഒരു തകർന്നുപോയ സാധാരണക്കാരനെ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ രംഗം, സഹനടിയായ രമണി അർദ്ധരാത്രി കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടുവാതിൽക്കൽ മുട്ടുന്നതാണ്. അമ്മാവന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി വന്ന അവളെ കാണുന്ന ആ നിമിഷം ആനന്ദന്റെ കണ്ണുകളിൽ ഒരുപാട് ഭാവങ്ങൾ മിന്നി വരുന്നുണ്ട്. അവളോടുള്ള ദയ, അവളെ രക്ഷിക്കാനുള്ള ആഗ്രഹം, സ്വന്തം ഏകാന്തത, ഇതെല്ലാം ആ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാവും. അധികം ഒന്നും ആലോചിക്കാതെ ആ നിമിഷത്തിലെ ഒരൊറ്റ തോന്നലിൽ അവളെ വിവാഹം കഴിക്കുമ്പോൾ അത് ആനന്ദന്റെ സ്വഭാവത്തിലെ നന്മയും തിന്മയും ചേർന്ന് വളരെ കോംപ്ലക്സ് ആയ ഒരു അവസ്ഥയാണ് കാണിച്ചു തരുന്നത്. മൂന്നാമത്തേതും ഏറ്റവും ടച്ചിങ് ആയതുമായ രംഗം സിനിമയുടെ അവസാനമാണ്. വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ വൈരത്തിന് ശേഷം തമിഴ് സെൽവനും ആനന്ദനും ഒരു വിവാഹവേദി വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നു. അപ്പോഴേക്കും അസുഖം ബാധിച്ച ആനന്ദൻ ക്ഷീണിതനായിരുന്നു. ചുറ്റും ഫ്ലാഷുകൾ മിന്നുമ്പോഴും ആളുകൾ ആർപ്പ് വിളിക്കുമ്പോഴും ആ 2 പഴയ സുഹൃത്തുക്കളുടെ കണ്ണുകൾ മാത്രം പരസ്പരം സംസാരിക്കും. അവർക്കിടയിൽ കനത്ത നിശബ്ദത മാത്രം. ഒടുവിൽ പിരിയുമ്പോൾ അവർ പരസ്പരം കൈ കൊടുക്കുന്നു. വിറയ്ക്കുന്ന കൈകളിൽ ഒരു ജീവിതകാലത്തെ സൗഹൃദവും മത്സരവും നഷ്ടബോധവും ഒരിക്കലും പറയാൻ കഴിയാത്ത പോലെ സ്നേഹവും നിറഞ്ഞിരുന്നു. ഒരൊറ്റ വാക്കുമുണ്ടാകുന്ന നോട്ടം കൊണ്ടും ശരീരഭാഷ കൊണ്ടും മോഹൻലാലും പ്രകാശ് രാജും ആ രംഗം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ ഒന്നാക്കി മാറ്റി. അധികാരത്തിന്റെ കൊടുമുടി നിൽക്കുമ്പോഴും ഒരു മനുഷ്യൻ എത്രത്തോളം ഒറ്റപ്പെട്ടവനാണെന്നുള്ള കൈപ്പേറിയ സത്യം ആ രംഗം നമ്മോട് വിളിച്ചു പറയുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇരുവർ ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആനന്ദൻ എന്ന കഥാപാത്രം ഇപ്പോഴും ഇത്രയധികം റെലവന്റ് ആയി നിൽക്കുന്നത്? അതിന്റെ കാരണം ആനന്ദൻ ഒരു വ്യക്തി മാത്രമല്ല, അതൊരു
പ്രതിഭാസമാണ്. സിനിമയുടെ ഗ്ലാമർ ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്ന നടൻ, രാഷ്ട്രീയക്കാരൻ എന്ന ആശയത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു പഠനമാണ് ഇരുവർ എന്ന സിനിമ. MGRന്റെ ജീവിതത്തിൽ നിന്നാണ് കഥാപാത്രം രൂപപ്പെട്ടത്. പക്ഷേ ആനന്ദന്റെ കഥ ഇന്ത്യൻ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഏതൊരാൾക്കും ഒരു തരത്തിൽ ചേരുന്ന അനുഭവം തന്നെയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇമേജ് ബിൽഡിംഗും അധികാരവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമ്പോൾ ആനന്ദന്റെ കഥയ്ക്ക് പ്രസക്തി കൂടുകയാണ്. ഒരു വ്യക്തിയുടെ പബ്ലിക് ഇമേജ് എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്, അതിനെ നിലനിർത്താൻ അവർ എന്ത് വില കൊടുക്കുന്നു, അധികാരത്തിന്റെ ലഹരിയെ സൗഹൃദങ്ങളും ബന്ധങ്ങളും എങ്ങനെ തകരുന്നു എന്നൊക്കെ ഈ സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഒരു ബയോപിക് നിർമ്മിക്കുമ്പോൾ ഒരാളെ വെള്ള പൂശാൻ വേണ്ടി മാത്രമല്ല, അയാളുടെ ജീവിതത്തിലെ ഇരുട്ടും വെളിച്ചവും ഒരുപോലെ സത്യസന്ധമായി എങ്ങനെ അവതരിപ്പിക്കുക എന്നതിന്റെ മികച്ച ഉദാഹരണം കൂടിയാണ് ഈ സിനിമ. അതുകൊണ്ടാണ് പുതിയ കാലത്തെ എത്രയെത്ര രാഷ്ട്രീയ സിനിമകൾക്കിടയിലും ഇരുവർ ഒരു മാസ്റ്റർ പീസായി തലയുയർത്തി നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ആനന്ദൻ വെറും ഒരു കഥാപാത്രമല്ല, അത് ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ ഒരു നടൻ പതിപ്പിച്ച കയ്യൊപ്പാണ്. മണിരത്നം എന്ന മാസ്റ്റർ ഡയറക്ടറുടെ വിഷൻ, സന്തോഷ് ശിവന്റെ കവിത പോലുള്ള ഛായാഗ്രഹണം, AR റഹ്മാന്റെ മാന്ത്രിക സംഗീതം എല്ലാം ഒരുമിച്ചപ്പോൾ ആ പ്രകടനം കാലത്തെ അതിജീവിക്കുന്ന ഒന്നായി മാറി. ഒരുപാട് പേർ വന്നു, ഇനിയും വരും, പക്ഷേ ആനന്ദൻ ഇന്നും ജീവിക്കുന്നു മോഹൻലാലിന്റെ കണ്ണുകളിൽ. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ മറ്റാർക്കും അത്ര എളുപ്പം തൊടാനാവാത്ത ഒരു കൊടുമുടിയായി. ഇനി നിങ്ങൾ പറയൂ, ഇരുവരിലെ നിങ്ങൾക്ക് ഏത് രംഗമാണ് നിങ്ങളെ കൂടുതൽ സ്പർശിച്ചത്? മോഹൻലാലിന്റെ ഈ ഒരു അതുല്യ പ്രകടനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യുക. ഇരുവർ എന്ന സിനിമ ഇറങ്ങിയിട്ട് ഈ ജനുവരി 29 വർഷം തികയാണ്. അതുകൊണ്ടാണ് മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ചും ഈ സിനിമയെക്കുറിച്ചും ഈ വീഡിയോ ചെയ്യാൻ കാരണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.